السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അബസ 80-ാമത്തെ സൂറത്ത്, അതാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ പോകുന്നത്. സൂറത്തു നാസിആത്ത് 46 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. ഈ സൂറത്ത് അബസ എന്ന സൂറത്താകെ 42 ആയത്തുകളാണുള്ളത്. ചെറിയൊരു സൂറയാണ്. ഹിജറയുടെ മുൻപ് മക്കയിലാണ് ഈ സൂറത്തിന്റെ അവതരണം നടക്കുന്നത്. അതുകൊണ്ട് ഈ സൂറ മക്കിയ സൂറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേര് വരാനുള്ള കാരണം അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇതിൽ പരാമർശിക്കുന്നതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇങ്ങനെ ഒരു പേര് വരാനുണ്ടായ കാരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى. അത്രയും ആയത്തുകള് നമുക്കൊന്ന് മനസ്സിലാക്കാം. 4 ആയത്തുകളാണ്. ഈ സംഭവത്തിന്റെ ഖുർആനിലെ ഇതിന്റെ സബബുൻ നുസൂൽ, അതായത് ഈ ആയത്ത്, ഈ സൂറ ഇറങ്ങുവാനുള്ള കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി, ദഅവത്തുമായി മക്ക രാജ്യത്ത് വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങളും വിവിധ തരത്തിലുള്ള സമീപനങ്ങളുമാണ് ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ അവിടുത്തെ പ്രമാണിമാരും ഉന്നതരുമായ ആളുകളുമായി നബി തനിച്ച് ഒരു പൊതുവേദിയിലല്ലാതെ തനിച്ച് അവിടുന്ന് പ്രബോധനം നടത്തുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നേരത്തെ വിശ്വാസിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശിഷ്യൻ, ഒരു സ്വഹാബി, ഉമ്മി മക്തൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബഹുമാന്യനായ ഒരു സ്വഹാബി, നബിയിൽ നിന്ന് ദീൻ പഠിക്കുവാൻ വേണ്ടി, ഖുർആൻ മനസ്സിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ആ സദസ്സിലേക്ക് കടന്നു ചെന്നു. ഇദ്ദേഹം ഒരു അന്ധനാണ്, കണ്ണ് കാണാത്ത ഒരാളാണ്. ആ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള അമിതമായ ആഗ്രഹം. അതാണ് സാഹചര്യം പോലും അദ്ദേഹത്തിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നബിയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം നബിയോട് തനിക്ക് ചില ആയത്തുകൾ അല്ലെങ്കിൽ തനിക്ക് ചില അറിവുകൾ നൽകണം എന്നു പറഞ്ഞത്. നബിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയ ആളുകളുമായി നബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദഅവത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ വരവ്, ഇദ്ദേഹത്തിന്റെ ഈ സംസാരം അത്തരം ആളുകൾക്ക് ഒരു അലോസരമുണ്ടാകുമോ, തന്റെ ദഅവത്ത് മുറിഞ്ഞു പോകുമോ എന്നൊക്കെ ഒരു ആശങ്ക നബിയെ പിടികൂടി.
സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒന്നാണത്. ഇതിനെ തുടർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞുപോയി. നബി ഇദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനങ്ങളാണ് ആദ്യ വചനങ്ങളായി ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവെ നമ്മള് രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായി ആ സംസാരത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് പൊതുവെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. അവരുടെ അനുവാദമില്ലാതെ നമ്മൾ ആ സംസാരത്തിൽ കയറി ഇടപെടാൻ പാടില്ല. അവരുടെ അനുവാദമില്ലാതെ നമ്മൾ ആ സദസ്സിലേക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ ഒരു സദസ്സിന്റെ മര്യാദകളാണ്. പക്ഷെ ഇതൊക്കെ ആർക്കേ അറിയുള്ളൂ? കണ്ണുള്ള ആൾക്കേ ഇതൊക്കെ അറിയുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആകാംക്ഷയും ഇദ്ദേഹത്തിന്റെ വ്യഗ്രതയും ഇദ്ദേഹത്തിന്റെ കലശലായ ആഗ്രഹവുമൊക്കെ നബിയെ എവിടെ വെച്ച് കണ്ടാലും ശരി, നബിയിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയ ആയത്തുകൾ എന്താണോ, സൂറത്ത് എന്താണോ, അത് വേഗം മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദീൻ പഠിക്കാനുള്ള അമിതമായ ആഗ്രഹമാണ് ഈ അന്ധനായ സ്വഹാബിക്ക് ഉണ്ടായത്. പക്ഷെ അതാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ കലാശിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴ് വലിയൊരു തെറ്റ് അള്ളാന്റെ റസൂലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാധാരണയായിട്ട് ഇപ്പൊ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ കയറി ഇടപെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ചെറിയൊരു തെറ്റുപോലും അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച പോലും പേരു പറയാതെ, നബിയുടെ പേര് പരാമർശിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നബിക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ മുഴുവൻ ഖുർആനിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഖുർആന്റെ മൗഇസത്ത്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർ മുഴുവൻ ഈ സംഭവത്തെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം ഈ സംഭവം ഓതിയാൽ അവർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ നബിയുടെ സ്ഥാനവും നബിയുടെ മഹത്വവും പരിഗണിച്ച് ഇത്തരത്തിലുള്ള ചെറിയ സ്ഖലിതങ്ങൾ പോലും അവിടുത്തെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നതാണ് അള്ളാഹു ഈ തിരുത്തലിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, നബിയെയും മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷെ ഇതിനു ശേഷം ഈ ഉമ്മു മക്തൂം എന്ന് പറയുന്ന ഈ സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം ആദരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ കാണുന്ന വേളയിൽ നബി പറയും, മർഹബൻ ഉമ്മു മക്തൂമേ, നിനക്ക് സ്വാഗതം. എന്നിട്ട് നബി പറയും, മൻ ആഥബനി റബ്ബി, എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ കാരണക്കാരനായ ഉമ്മു മക്തൂബിന് സ്വാഗതം, മർഹബൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളത്. അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങൾ നബി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് കാണായ്മ എന്ന ആ ഒരു പോരായ്മ പോലും നബിയെ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നതിൽ നബി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, വിസമ്മതിച്ചിട്ടില്ല. മദീന, മക്ക രാജ്യം, മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ പ്രതിനിധിയായി ഉമ്മു മക്തൂമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. നബിയുടെ പ്രതിനിധിയായിട്ട്, നബി ഇല്ലാത്ത സമയത്ത് നബിയുടെ പ്രതിനിധിയായി ഈ ഉമ്മു മക്തൂമിനെ നബി ഏൽപ്പിച്ചിട്ടുണ്ട്. അത്ര നബി ആദരിച്ചു പോയി. എന്ന് മാത്രമല്ല, നബിക്ക് ബാങ്ക് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാങ്ക് വിളിക്കുന്ന ആളുകളിൽ ഒരാൾ ഈ ഉമ്മു മക്തൂമ, അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചത്. ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് വിളിക്കുന്നവരിൽ ഒരാള്. മഹാനായ ബിലാലിന്റെ സ്ഥാനമാണത്. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ബാങ്ക് വിളിക്കാറുള്ളത്. പക്ഷേ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെയും നബി ആ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ രാജ്യത്തിന്റെ അധികാരം അല്ലെങ്കിൽ നബി ഇല്ലാത്ത സമയത്തുള്ള ചുമതല ഈ ഉമ്മു മക്തൂമിനെ നബി ഏൽപ്പിച്ചു. ബാങ്ക് വിളിക്കുന്നവരിൽ ഒരാളായി ഉമ്മു മക്തൂമിനെ നബി ഏൽപ്പിച്ചു. വേറെയും സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നബി ഏൽപ്പിച്ചിട്ടുണ്ട്. നബിക്ക് എപ്പോഴും അദ്ദേഹം മർഹബയാണ്, സ്വാഗതമാണ്. ഈ ഇദ്ദേഹം വഴിയാണ് എന്റെ റബ്ബ് എന്നെ തിരുത്തിയത്
എന്നെപ്പോഴും നബി സന്തോഷത്തോടെ സ്മരിക്കാറുണ്ട് എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ ഹദീസിന്റെ പാശ്ചാത്തലമായി, അല്ലെങ്കിൽ ഈ ആയത്തുകളുടെ പാശ്ചാത്തലമായി ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഏറെക്കുറെ ഏകകണ്ഠമായി കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊരു പോരായ്മ നമുക്കുണ്ടെങ്കിലും ഖുർആൻ പഠനത്തിന് ആ പോരായ്മ തടസ്സമാകാൻ പാടില്ല. എന്തൊരു പോരായ്മ നമുക്കുണ്ടെങ്കിലും അള്ളാന്റെ കലാമ് പഠിക്കുന്നതിൽ, അള്ളാഹുവിന്റെ കലാമ് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച സംഭവിക്കാൻ പാടില്ല എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഈ ആയത്തുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്ത് അബസ വതവല്ല, അതാണ് ഒന്നാമത്തെ ആയത്ത്. 1ഉം 2ഉം ആയത്തുകളാണത്. വളരെ ചെറിയ ആയത്തുകളായതുകൊണ്ട് ഒരേ വരിയിൽ തന്നെ 2 ആയത്ത് വന്നതാണ്. അബസ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിന്റെ അർത്ഥം, ഇതിന്റെ ആശയം മുഖം ചുളിച്ചു എന്നാണ്. തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. വാവ് അതിന്റെ ഇടയിൽ വന്നപ്പോൾ രണ്ടും കൂടി ചേർത്തി പറഞ്ഞു. അപ്പൊ എന്തായി? അബസ വതവല്ല. അബസ അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. സന്ദർഭം അതാണ്. ഈ സ്വഹാബി വന്നപ്പോൾ നബി ഒരൽപ്പം നീരസം പ്രകടിപ്പിച്ചു, അദ്ദേഹം ഒന്ന് മുഖം ചുളിക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവം. അപ്പൊ ഇവിടെ നോക്കുക, അബസ വതവല്ല. അബസ അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. എപ്പോഴ്? അൻജാഅഹുൽ അഅമാ. അൻജാഅ, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. അൻജാഅ വന്നതിനാൽ, അൻജാഅ വന്നതിനാൽ, ഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നതിനാൽ, ആര്? അൽ അഅമാ. അഅമ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത ഒരാൾ. സാധാരണ നമ്മൾ അന്ധൻ എന്ന് പറയും, ബ്ലൈൻഡ് എന്ന് പറയും ഒക്കെ. അതൊരിക്കലും ഒരു പോരായ്മയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ആ കാഴ്ച, കണ്ണിന്റെ കാഴ്ച അവർക്കില്ലെങ്കിലും മറ്റു പലതിന്റെയും അത് പരിഹരിക്കാനുള്ള കഴിവുകൾ അത്തരം വ്യക്തികൾക്കുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരുപാട് മഹാന്മാര് അന്ധന്മാരായിരുന്നു. ഒന്നുകിൽ ജന്മന, അല്ലെങ്കിൽ പിന്നീട്. ഇപ്പൊ ഈ സമകാലിക സമൂഹത്തിൽ തന്നെ വലിയ സൗദി അറേബ്യയിലെയൊക്കെ വലിയ ഗ്രാൻഡ് മുഫ്തിമാരെയൊക്കെ പരിശോധിച്ചാല് അവരൊക്കെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ അവരുടെ വിവരത്തിനോ അവരുടെ അറിവിനോ അവരുടെ മറ്റു കാര്യങ്ങൾക്കോ അതൊരിക്കലും തടസ്സമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ധത എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു പോരായ്മയായി നമ്മൾ കാണേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത്തരം ആളുകളെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ 2 കണ്ണിന്റെ വിലയും അതിന്റെ മഹത്വവും അതിന്റെ അനുഗ്രഹവും അള്ളാഹു എത്രമാത്രം നമുക്ക് നൽകി എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് അനുഗ്രഹങ്ങളില്ലാത്ത ആളുകളെ കാണുമ്പോൾ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകൾക്കുണ്ടാകേണ്ട മാനസികമായ ഒരു പരിവർത്തനമാണത്. അത് മതിയെന്നാണ്. അള്ളാഹുവിലേക്കൊക്കെ നമ്മൾ കൂടുതൽ അടുക്കും. പടച്ചവനെ, എനിക്ക് നീ ഈ 2 കണ്ണ് തന്നല്ലോ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ചെറിയൊരു സൂറത്തിലുള്ളതാ. അലം നജഅൽ ലഹു ഐനൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്ക് ഞാൻ 2 കണ്ണ് കൊടുത്തില്ലേ, 2 കണ്ണ് അവർക്ക് കൊടുത്തില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണ്, പ്രിയമുള്ളവരെ, അതിന്റെ വിലയൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കണ്ണിന് എന്ത് വിലയുണ്ട്, ആ കണ്ണ് നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്ത്, ഒന്നും നമുക്ക് പിടുത്തം കിട്ടുകയില്ല. അതിനു മാത്രം വലുപ്പമുള്ളതാണ് കണ്ണ് നമുക്ക് ചെയ്യുന്ന സേവനങ്ങളും കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സംവിധാനങ്ങൾ.
അപ്പോ അത് വലിയൊരു അനുഗ്രഹമാണ്. ഇതങ്ങോട്ട് പോകുമ്പോഴാണ് സഹോദരങ്ങളെ ഇതിന്റെ വില നമ്മൾ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് പോകുന്നതിന് മുമ്പേ ഈ കണ്ണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. നോക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. നബിയെ സംബന്ധിച്ചാണ് കേട്ടാ. ഇവിടെ ആരാണ് വന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആയത്തില് അൻജാഅഹു, അദ്ദേഹത്തിന്റെ അരികിൽ വന്നതിനാൽ, ജാഅ വന്നു, ഹു അദ്ദേഹത്തിന്റെ അരികിൽ. അല്ല അമ, അന്ധൻ, കണ്ണ് കാണാത്ത ഒരാൾ. എന്നിട്ട് നബിയോട് അള്ളാഹു ചോദിക്കുകയാണ്, വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. വമാ യുദ്രീക, അദ്റക എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. ആ കാഫ് അതിനോട് ചേർന്നുള്ള ഒരു കാഫാണ് കേട്ടാ. നിന്റെ അല്ലെങ്കിൽ എന്നുള്ളതാ. വമാ യുദ്രീക, എന്തറിയാം, ലഅല്ലഹു യസ്സക്കാ, അദ്ദേഹം ഒരുപക്ഷേ വിശുദ്ധി അല്ലെങ്കിൽ തസ്കിയത്ത് പ്രാപിച്ചേക്കാം. നബിയെ, താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് അറിയാം? അതായത് നബി ഇപ്പൊ എന്താണ്, വലിയ VIP-കള്, മക്കാരാജ്യത്തുള്ള വലിയ വലിയ പ്രമുഖന്മാര്, പ്രമാണിമാര്, ഇവരൊക്കെ ഒന്ന് ഇസ്ലാമിലേക്ക് വന്നെങ്കിലോ എന്ന വലിയ ഒരു ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് നബി ഇങ്ങനെ ദഅവത്ത് നടത്തുന്നത്. അള്ളാഹ് ചോദിക്കാണ്, അവരെക്കാൾ വലിയ വലുപ്പം ഈ മനുഷ്യന് അള്ളാഹുവിന്റെ അരികിലുണ്ട് എന്നാണ്. ഏത്? ഈ അന്ധരായ മനുഷ്യന്. അതാണ് ചോദിക്കുന്നത്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. വമാ യുദ്രീക, നിനക്ക് എന്താണറിയാ മുഹമ്മദ് നബിയെ, ഒരു വേള ഈ നിന്റെ അരികിൽ വന്ന ഈ അന്ധൻ ഒരു പക്ഷേ തസ്കിയത്ത് പ്രാപിച്ചെങ്കിലോ. നബി പറയുന്നത് കേട്ട്, നബി പറയുന്നത് മനസ്സിലാക്കി, അദ്ദേഹം തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക, ആത്മാവിന്റെ ശുദ്ധീകരണം, തസ്കിയത്തുൻ നഫ്സ്, അത് അദ്ദേഹം ചെയ്തെങ്കിലോ. ഔ അല്ലെങ്കിൽ യസ്സക്കറു, അദ്ദേഹം സിക്റിനെ ഉൾക്കൊണ്ട്, ഉത്ബോധനത്തെ ഉൾക്കൊണ്ട്, അങ്ങനെ ആ അദ്ദേഹത്തിന് ആ ദിക്ർ പ്രയോജനപ്പെടുകയും ചെയ്തെങ്കിലോ എന്ന് നബിയെ താങ്കൾക്കറിയുകയില്ലല്ലോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ രണ്ട് കൂട്ടരെയാണ് അല്ലാഹു ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ഒന്ന് നമ്മുടെയൊക്കെ കണ്ണിൽ, നബിയുടെ കണ്ണിലും വലിയവന്മാരാണ്, ഉന്നതന്മാരാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകള്. മറ്റൊന്ന് ചില അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ചില വൈകല്യങ്ങൾ വഴി ചില അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ട ചില ആളുകള്, പ്രത്യേകിച്ച് കണ്ണ് നഷ്ടപ്പെട്ട ആളുകള്. അത്തരം ആളുകള്, ഇവരെ രണ്ടു കൂട്ടരുടെ അരികിലും അള്ളാഹു സ്ഥാനം നൽകുന്നത് ഈ അന്ധത ബാധിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ഉമ്മു മക്തൂം എന്നാണ് കേട്ടാ, സ്ഥാനപ്പേരാണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുക. ആ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, വലിയ സ്വഹാബിയാണ് അദ്ദേഹം. ആ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിയെ താങ്കൾ നൽകുന്ന ഈ ഉത്ബോധനമുണ്ടല്ലോ, ആ ഉത്ബോധനം സ്വീകരിച്ച് അദ്ദേഹം നന്നായെങ്കിലോ അതൊരിക്കലും താങ്കൾക്ക് അറിയുകയില്ലല്ലോ എന്നാണ് ഈ 4 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഇത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് അടുത്ത ആയത്തുകളിലേക്ക് പോകാം. ഒന്നോത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. ഒന്നുകൂടെ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ അൻ ജാഅഹുൽ അഅമാ. ഒന്നുകൂടെ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ.
ഒന്നുകൂടെ. ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ. ഇനി ഞാൻ ഓതാ, നിങ്ങളൊന്ന് അർത്ഥം പറയട്ടാ. അബസ. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു. അബസ മുഖം ചുളിച്ചു. വതവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു. അപ്പൊ രണ്ടും കൂടി ചേർത്ത് പറയുമ്പോഴ് മുഖം ചുളിക്കുകയും പിന്തിരിയുകയും ചെയ്തു എന്നതാണ് ആദ്യം പറഞ്ഞത്. നമ്മളൊരു സംഭവം പറയുമ്പോൾ പൊതുവെ സാധാരണയായിട്ടുള്ള ഒരു ശൈലി എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം ഇത് ചെയ്ത ആൾ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യപ്പെട്ട ആൾ ആരാണെന്നോ ആണ് പറയല്. പക്ഷെ ഇവിടെ അതല്ല, പ്രവൃത്തിയാണെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് അതിന്റെ സന്ദർഭം പറയുന്നത്. അൻജാഅഹു. അർത്ഥം പറഞ്ഞ് അൻജാഅ. അൻജാഅ. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. എന്ന് പറയുമ്പോഴ് വന്നതിനാൽ. അൻജാഅ വന്നതിനാൽ. ഹു എന്ന് പറയുമ്പോഴ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ അരികിൽ വന്നതിനാൽ. അരികിൽ എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല, അത് നമ്മള് അണ്ടർസ്റ്റുഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആര്? അൽ-അഅ്മ. അൽ-അഅ്മ എന്ന് പറഞ്ഞാൽ അന്ധൻ. അലിഫ്ലാം ഇവിടെ വരാനുള്ള കാരണം ശരിക്കും അഅ്മ എന്ന് പറഞ്ഞാൽ തന്നെ അന്ധൻ എന്നാണ്. ബ്ലൈൻഡ് ആയ ആളുകളെയാണ് അഅ്മ എന്ന് അറബിയിൽ പറയാ. ഈ അലിഫ്ലാം ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ പറയപ്പെട്ട ഒരു അന്ധനുണ്ട്, അതിന് മാരിഫ എന്നാണ് പറയാ. അതായത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ മാത്രം ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, അലിഫ്ലാം ചേർക്കുന്നത്. അപ്പോ അൽ-അഅ്മ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ സംഭവം ഇവിടെ പറയുന്നത്. അപ്പൊ അൻജാഅഹു അദ്ദേഹത്തിന്റെ അരികിൽ വന്നതിനാൽ അൽ-അഅ്മ കണ്ണുപൊട്ടനായ അല്ലെങ്കിൽ അന്ധനായ ഒരാൾ. വമായുദിരീക അർത്ഥം പറയും, നിനക്കെന്തറിയാം. അതറക്ക എത്തിച്ചു എന്നാണ് അതറക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം. മാന്ന് പറയുമ്പോഴെന്ത്, വമായുദിരീക നിനക്കെന്തറിയാം. ലഅല്ലഹു അവനായേക്കാം അല്ലെങ്കിൽ അദ്ദേഹം ആയേക്കാം. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്, ആയേക്കാം. യസ്സക്ക. യസ്സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരണം സിദ്ധിച്ചവൻ. അപ്പൊ ഈ അന്ധനായ ഈ ഉമ്മു മക്തൂം സംസ്കരണം സിദ്ധിച്ചവൻ ആയേക്കാം എന്നതിനെ സംബന്ധിച്ച് നിനക്ക് എന്താ അറിയാം. ആർക്കാണ് ഈ ഉത്ബോധനം ഫലപ്പെടുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതായത് 100 ചില്ലോനം വർഷം നമ്മൾ ഒരാളോട്, നമ്മുടെ ആയുസ് മുഴുവൻ ഒരാളോട് നമ്മൾ ദഅവത്ത് നടത്തി, പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യില്ല, അത് പ്രയോജനപ്പെട്ടില്ല. 950 കൊല്ലാണ് ഒരേ ഒരു കാര്യം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ആർക്കാ പ്രയോജനം കിട്ടിയത്? വളരെ ചുരുക്കം ആളുകൾക്ക് പ്രയോജനം കിട്ടിയുള്ളൂ. അപ്പൊ അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വലിയ വലിയ വിഐപികള് ഈ ദഅവത്ത് സ്വീകരിക്കണമെന്ന നബിയുടെ പ്രതീക്ഷയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചാൽ അത്തരം ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. നബിയുടെ പണിയെടുക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള താഴെയുള്ള പാവപ്പെട്ട അന്ധരായ ആളുകളെ നേരെ മുഖം ചുളിക്കരുത് എന്നതാണ് അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഔ അല്ലെങ്കിൽ യസ്സക്കറു. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, യസ്സക്കറ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം സ്വീകരിക്കുക. ഒറ്റ വാക്കിലാണ് ആ അർത്ഥം വരുന്നത് കേട്ടാ. യസ്സക്കറ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം സ്വീകരിക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ, അതുപോലെ ഔ അല്ലെങ്കിൽ യസ്സക്കറു ഉത്ബോധനം സ്വീകരിക്കുന്നു. ഉത്ബോധനം സ്വീകരിച്ചാൽ എന്താ ഉണ്ടാകുക? ഫതൻഫഅഹു الذിക്റാ. അതിന്റെ ഒരു മൻഫഅത്ത് ഉണ്ടാകും, ഒരു ഉപകാരം ഉണ്ടാകും. അപ്പൊ മനുഷ്യൻ നന്നാവും. അപ്പോ നബി ഓതി കൊടുക്കുന്ന ഈ ഖുർആനും നബി പറയുന്ന ദഅവത്തും സ്വീകരിച്ച് ഈ മനുഷ്യൻ നന്നായെങ്കിലോ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ കൂടുതൽ പദവികളിലേക്ക് ഉയർന്നെങ്കിലോ, ഈ ജാതി കാര്യങ്ങളൊന്നും നബിയെ താങ്കൾക്കറിഞ്ഞുകൂടാ എന്നതാണ്. അപ്പൊ 4 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കിയത്. ഇനി അടുത്ത ആയത്ത് അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസ്വദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ فأنت عنه تلخى
5 കൂടെ കേട്ടോ, 10 ആയത്ത്. ഇതിന് മറ്റു വിഭാഗത്തെ സംബന്ധിച്ച് ഇപ്പൊ ഉമ്മു മക്തൂമിനെ പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചതിന് അടുത്തത് അമ്മ എന്നാൽ മനിസ്തഗ്ന, ധന്യത നടിച്ച ഒരാൾ. ധന്യത നടിച്ച ഒരാൾ ആരാണത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ധന്യത നടിച്ച ഒരാൾ. ഈ ഖുറൈശി പ്രമുഖന്മാരായ ആളുകളെ സംബന്ധിച്ചാണ് ആ ധന്യത നടിച്ച ആള് എന്ന് പറയുന്നത്. ഫഅൻത, അപ്പോൾ നീ ലഹു, അവനിലേക്ക് തസ്വദ്ദ, ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. അപ്പോ അമ്മാമനിസ്തഗ്ന, ധന്യത നടിച്ച, അതായത് ഞങ്ങള് എല്ലാത്തിനും പോകുന്നവരാണ്, ഞങ്ങൾ ഈ നാട്ടിലെ വലിയവരാണ്, ഞങ്ങൾ ഈ നാട്ടിലെ VIP-കളാണ്, ഞങ്ങൾ ഈ നാട്ടിലെ ഖുറൈശികളാണ് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അവരെയാണ് ഇസ്തഗ്ന എന്ന് പറയുന്നത്. ധന്യത നടിക്കുക, അവര് വലിയ വലിയ ആൾക്കാരാണ് എന്ന് സ്വയം ഇങ്ങനെ അവർ അവകാശപ്പെടാൻ. അതാണ് മനിസ്തഗ്ന. വനിയാണ് എന്ന് അല്ലെങ്കിൽ ധന്യനാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഈ ഖുറൈശികൾ. ഫഅൻത, നീ എന്തു ചെയ്തു, അല്ലെങ്കിൽ നബിയെ താങ്കൾ എന്തു ചെയ്തു? ലഹു തസ്വദ്ദ, അവിടിലേക്കാണ് നീ ശ്രദ്ധ കൊടുത്തത്. വമാ അലൈക അല്ലാ യസ്സക്ക, വമാ അലൈക, നിനക്ക് എന്തുണ്ട്? അല്ലാ യസ്സക്ക, അവർ പരിശുദ്ധി പ്രാപിക്കുമോ എന്നതിനെ സംബന്ധിച്ച് നിനക്ക് എന്തറിയാം, അല്ലെങ്കിൽ നിനക്ക് എന്തുണ്ട്? അപ്പൊ ധാരാളമുള്ള ധനം, ധാരാളമുള്ള ആളുകള് ഇതിലേക്ക് വരുമോ ഇല്ലേ എന്ന് നിനക്കറിഞ്ഞുകൂടല്ലോ. ഇനി അമ്മാമൻ ജാഅക, എന്നാൽ ഒരാൾ ജാഅക, നിന്റെ അരികിലേക്ക് അവൻ വന്നു, യസ്ആ, ധൃതി വെച്ചുകൊണ്ട് ഓടിയാണ് നിന്റെ അരികിലേക്ക് വന്നത്. വഹുവ യഖ്ശാ, അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനുമാണ്. ഉമ്മു മക്തൂമാണ്. ഈ ഉമ്മു മക്തൂമിന്റെ കഥ എന്താണ്? ഈ ഉമ്മു മക്തൂമിന് അല്ലാഹുവിനെ കുറിച്ച് വലിയ ഭയപ്പാടാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട്, ഖുശൂ ഉള്ളത് കൊണ്ടാണ് ഈ ഉമ്മു മക്തൂം നബിയുടെ അരികിലേക്ക് വന്നത്. പക്ഷേ ഫഅൻത അൻഹു തലഖാ, നബിയെ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല, അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, 10 ആയത്തുകളാണ് ഈ ഒരു ചെറിയ സൂറത്തിൽ നിന്ന്. എല്ലാം ചെറിയ ചെറിയ ആയത്തുകളാണ്. നമ്മൾ മനസ്സിലാക്കിയത് 2 സംഭവങ്ങളുടെ താരതമ്യമാണ് അല്ലാഹു ഇവിടെ നടത്തുന്നത്. ഒന്ന്, അല്ലാഹുവിനെ ഭയന്ന്, അല്ലാഹുവിനെ പേടിച്ച്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഓടി വന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അന്ധനാണ്, കാഴ്ചയില്ലാത്തവരാണ്. അദ്ദേഹത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. മറ്റൊന്ന്, നാട്ടിലെ ധനികന്മാരായ ആളുകള്, അവരുമായി നബി ദഅവത്ത് നടത്തുകയാണ്. അവർ ഇസ്ലാമിലേക്ക് വരുമോ എന്ന് നബിക്കറിഞ്ഞുകൂടാ, എന്നാലും വരണം എന്ന അത്യാഗ്രഹത്താൽ അവരിലേക്കാണ് നബിയുടെ ശ്രദ്ധ പോയത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിമർശിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളായ ആളുകള്, നിരീശ്വരവാദികളായ ആളുകള്, അവര് പൊതുവെ പറയാറുള്ളത് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ആരോ എഴുതിയുണ്ടാക്കിയതാണ്, അത് ഇഞ്ചീലിൽ നിന്ന് കോപ്പിയടിച്ചതാണ്, തൗറാത്തിൽ നിന്ന് കോപ്പിയടിച്ചതാണ്, ബുഹൈറ എന്ന് പറഞ്ഞ ഒരു പുരോഹിതനിൽ നിന്ന് കേട്ടെഴുതിയതാണ്, അതിനൊന്നും ഒരു ദിവ്യത്വമൊന്നുമില്ല, അതൊന്നും ദൈവത്തിന്റേതല്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഈ സൂറത്ത് വലിയൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചേക്ക, ഒരു മനുഷ്യനെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ വന്ന ചെറിയൊരു വീഴ്ച, ആ വീഴ്ച അങ്ങനെ തന്നെ ആയത്താക്കി അവതരിപ്പിച്ചു കൊടുക്കുകയും അതേ ആയത്ത് ഒരു വള്ളി പോലും വ്യത്യാസമില്ലാതെ നമ്മൾ ഇന്നും പാരായണം ചെയ്യുന്നു. എങ്കിൽ ഈ ഖുർആൻ ഒരിക്കലും എന്തല്ല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയുണ്ടാക്കിയതല്ല. അങ്ങനെ എഴുതിയുണ്ടാക്കണേ നബി അത് എഴുതില്ലല്ലോ. എന്നെ ആക്ഷേപിക്കുന്ന ഒരു കാര്യം ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ ഓതാ എന്ന് പറഞ്ഞാൽ നബി അത് അങ്ങനെ എഴുതില്ലല്ലോ. മറിച്ച് ഇതിലുള്ള ഓരോ ആയത്തും അല്ലാഹുവിന്റേതാ. നഹ്നു നസ്സൽന ദിക്ർ,
നാമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് നാമാണ്. അള്ളാഹു തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അള്ളാഹുവിന്റേതാണ്. മുഹമ്മദ് നബി എഴുതി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാഗം അതിലെഴുതില്ല. നബിയെ ആക്ഷേപിക്കുന്ന ഈ ഭാഗം അതിലുണ്ടാവില്ല, ഖുർആനിലുണ്ടാവില്ല. ഇത് മാത്രല്ല കേട്ടാ, വേറെയും ചില സംഭവങ്ങളൊക്കെ നബിയെ ആക്ഷേപിക്കുന്നതായിട്ട് ഖുർആനിൽ തന്നെ ഉണ്ട്. അതൊന്നും ഖുർആനിൽ നമ്മൾ ഓതില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ദൈവീകമാണ്, ഖുർആൻ അള്ളാഹുവിന്റേതാണ് എന്നതിന് 100% ഒരു തെളിവായി ഈ സൂറത്തും ഈ സംഭവവും ഉണ്ട് എന്ന് ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരും മുഫസ്സിറുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും അത് ശരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പരിപൂർണമായും ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റേതാണ് എന്ന പൂർണ്ണമായ ബോധ്യം ഈ ആയത്ത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആയത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒന്ന് ഓതിയിട്ട് നമുക്കത് എടുത്തു വെക്കാം. ഖുർആൻ എടുത്തു വെക്കാം. ഒന്ന് ഓതിയ എല്ലാവരും കൂടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلخى. 10 ആയത്തുകളൊന്നും ഓതി നോക്കട്ടെ.